ഹോയ് ഓൾ, വെൽക്കം ടു ലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 15ാമത്തെ ക്ലാസ് ആണെന്ന്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, എന്താണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാം. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് ഒരു 1000 രൂപയുണ്ട്. ഈ 1000 രൂപയ്ക്ക് ഒരു 10% നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിന് ശേഷം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവും, ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവും, 100 രൂപ ഉണ്ടാവും. ഓക്കെ, ഇത് നോർമൽ കേസാണ്. ഇനി ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ് നെക്സ്റ്റ് ഇയർ വരുമ്പം അതുപോലെ തന്നെ ഇയർലി ആണ് ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് ഈ 1000 രൂപയുടേതല്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ എടുത്താൽ മതി, എല്ലാ ഇയറിലും 1000 രൂപയുടെ ഇൻട്രസ്റ്റ് എടുത്താൽ മതി. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്രേൻ്റെ ഇൻട്രസ്റ്റ് എടുക്കേണ്ടി വരും, ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1100 എടുക്കേണ്ടി വരും, 10%. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കോമ്പൗണ്ട് ആണെങ്കിൽ. കോമ്പൗണ്ട് മീൻസ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നത്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിനെ കൂടെ മാത്രമായിരിക്കില്ല, പ്രീവിയസ് ഇയർലി ആണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ എത്രയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻട്രസ്റ്റും കൂടെ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും, പ്രിൻസിപ്പൽ എമൗണ്ടിനെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു പാർട്ടിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ ഇൻട്രസ്റ്റ് ആക്കി എടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് ഒരു ഇക്വേഷൻ എന്താണ്, അതായത് ആനുവലി ആണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ എന്താണ്, ടോട്ടൽ എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഏതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, രണ്ടോടും ആഡ് ചെയ്ത വാല്യൂ ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കിട്ടുക. അത് ഈക്വൽ എന്താണ്, P × 1 + R/100 റേസ് ടു n ആണ്. ഇതിൻ്റെ അകത്ത് എന്താണ്, P പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, R റേറ്റ് ആണ്, റേറ്റ് പെർ ആനം, n എന്താണ്, ടൈം ഇൻ ഇയേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നോക്കാം. നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ നോക്കാം. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്, ഇവിടെ നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് ചെയ്യുന്നത് ആനുവൽ ആണ്, ഓരോ ഇയർ കൂടുമ്പോഴാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ബട്ട് നെക്സ്റ്റ് കേസ് എന്താണ്, ഹാഫ് ഇയറിൽ, അതായത് ഓരോ 6 മാസം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്, എമൗണ്ട് ഈക്വൽ ടു P × 1 + R/2 × 100 റേസ് ടു 2n ആണ്. ഇപ്പോൾ ജസ്റ്റ് എങ്ങനെ വന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുതരാം. P × നേരത്തെ സെയിം ഇക്വേഷൻ അതിനെ ശരി മാറ്റം വരുത്തുന്നുള്ളൂ, P × R/100. ഇതിനെന്താക്കി, നേരത്തെ നമ്മൾ ഇയർലി അല്ല പറഞ്ഞത്, അപ്പം ഇതിപ്പോൾ എന്താണ്, ഹാഫ് ഇയർലി. അപ്പം ഹാഫ് ഇയർ പറയുമ്പോൾ എത്ര മാസം ഉണ്ടാവും, 6 മാസം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര മാസം ഉണ്ട്, 12. അതിവിടെ ചെയ്തു. പിന്നെന്താണ്, ഓരോ ഹാഫ് ഇയർ കൂടുമ്പോൾ, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഇത് കോമ്പൗണ്ട് ചെയ്യും. മീൻസ് ഒരു ഇയറിൽ എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യും, 2 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, 2n എടുത്തത്. n എന്താണ്, ഇയർ ആണ്. അപ്പം ജസ്റ്റ് n എടുത്താൽ പോരാ, കാരണം n എടുത്താൽ എന്താ മീനിങ് വരിക, ഒരു കൊല്ലം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്നേ ഉള്ളൂ. നമുക്കിവിടെ എന്താ പറയുന്നത്, ഹാഫ് ഇയർലി ആണ്, ഓരോ 6 മാസം കൂടുമ്പോൾ എന്താവും കോമ്പൗണ്ട് ചെയ്യും. സോ നമ്മൾ എന്തെടുക്കണം, 2n എടുക്കണം. ഈ സെയിം കേസാണ് എന്തിനു വരുന്നത്, ക്വാർട്ടർലി. R/4 വരാൻ കാരണം എന്താണ്, ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 3 ഉണ്ടാവും അല്ലേ, 3/12 ഉണ്ട്. അത് എത്ര ഉണ്ടാവും, 1/4 ആയിരിക്കും. പിന്നെ 4n ആയിരിക്കും. ഇക്വേഷൻ നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കണമെങ്കിൽ കാണാണ്ട് പഠിക്കും, കാര്യം മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ കാര്യം മനസ്സിലാക്കി പഠിക്കാം. എന്തായാലും ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഇക്വേഷൻ ആണ് എന്താണ്, വെൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ട് ആനുവലി ബട്ട് ഇറ്റ് ഫ്രാക്ഷൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, 3 കൊല്ലവും 5 മാസമാണ് എന്താവുന്നത്, കോമ്പൗണ്ട് ചെയ്യുന്ന ആനുവലാണ്. ബട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് 3 കൊല്ലവും 5 മാസത്തിന് ശേഷം എന്ത് കാണാൻ പറഞ്ഞു, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ പറഞ്ഞു. അപ്പം അതിനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, P × 1 + R/100 റേസ് ടു 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 കൊല്ലത്തിൻ്റെത് കിട്ടി. ഇനി ഒരു 0.5 ഇയർ ഉണ്ടല്ലോ, മീൻസ് എത്രയാണ്, 6 മാസം അല്ലേ. അപ്പോൾ 6 മാസത്തിൻ്റെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വേറെ കാണാം. എങ്ങനെ കാണാം, × 1 + R/100 × എങ്ങനെ ചെയ്യാം, 6/12 ചെയ്യണം. ഓക്കെ, ഇവിടെ വന്ന് തന്നെ ചെയ്താൽ മതി, കാരണം ഒരു കംപ്ലീറ്റ് ഒന്നുമില്ല, ഒറ്റൊരു പ്രാവശ്യമല്ലേ. അപ്പം ഇത് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 3.5, അതായത് ഒരു ഫ്രാക്ഷൻ രീതി, അതായത് 3 കൊല്ലം
4 മാസം അല്ലെങ്കിൽ 3 കൊല്ലം 5 മാസം അല്ലെങ്കിൽ 2 കൊല്ലം അങ്ങനെ ഒരു ഫ്രാക്ഷൻ രീതിക്ക് തന്നാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇയർലി കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 കൊല്ലത്തിൻ്റെത് കാണാം. മൂന്ന് കൊല്ലത്തിൻ്റെ എക്സാമ്പിൾ വെച്ചാൽ പറയും 3.5 ഇയേഴ്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം 3 കൊല്ലത്തിൻ്റെ കണ്ടു, എന്നിട്ട് അത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 മാസത്തിൻ്റെയും കൂടി കണ്ടിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറൊരു ഇക്വേഷൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ്, ലൈക്ക് സെയിം പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ബട്ട് എന്താണ്, ഒരു കൊല്ലം R1 റേറ്റിലും നെക്സ്റ്റ് കൊല്ലം R2 റേറ്റിലും അതുപോലെ തന്നെ മൂന്നാമത്തെ കൊല്ലം എന്ത് R3% റേറ്റിലാണ് എന്ത് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആണെന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കും, P ഇൻറ്റു 1 പ്ലസ് R1 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് R2 ബൈ 100 ഇൻറ്റു 1 പ്ലസ് R3 ബൈ 100. അതായത് ഓരോ റേറ്റിലും കോമ്പൗണ്ട് ചെയ്യുന്ന വാല്യൂ അതിന് പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ച് എന്താ ചെയ്ത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ ചോദിച്ചിട്ടുള്ളത്, ആഫ്റ്റർ 3 years ഹൗ മച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ഓൺ RS 7,800 അറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 5% പെർ ആനം. ഓക്കെ, ആനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഇക്വേഷൻ എന്താണ്, എമൗണ്ട് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 റേസ്റ്റ് എന്താണ് എന്നല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് തന്നിട്ടുള്ളത്, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ N തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം, എമൗണ്ട് കണ്ടു നോക്കാം. അപ്പം എങ്ങനെ കാണുക, ഇൻറ്റു 1 പ്ലസ് 5/100 റേസ് ടു N എത്രയാണ്, 3 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കിട്ടുന്നത് നമ്മൾ ആൻസർ അല്ല, ഈ കിട്ടുന്നത് എന്താണ്, എമൗണ്ട് ആണ്. അതായത് 3 കൊല്ലത്തിന് ശേഷം ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടാവുന്നതാണ് കിട്ടേണ്ടത്. ആ എമൗണ്ടിന് എന്തുകൊണ്ട് ഈ ഒരു കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ നമുക്ക് എന്താ എക്സ് എന്ന് എടുത്തോളി, സിംപ്ലിഫൈ ചെയ്ത വാല്യൂ കിട്ടും, അത് എക്സ് ആക്കി എടുക്കാം. ആ എക്സിനെ എന്തുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം, ഇനീഷ്യലി ഉള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഒന്നുകൂടി പറയാണ്, ഇവിടെ നമുക്ക് ഈ ഒരു ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 3 കൊല്ലത്തിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് 3 കൊല്ലത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് കൊണ്ട് 3 കൊല്ലത്തിന് മുമ്പ് ആ ഇനീഷ്യലി ഉണ്ടാകുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ RS 8,000 at 50% പെർ ആനം ഫോർ 2 years 4 months. കോമ്പൗണ്ട് ആനുവലിയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് എന്ത് കാണാം, എമൗണ്ട് കാണാം. എമൗണ്ട് എത്ര ആയിരിക്കും, P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 റേസ് ടു N. ഇവിടെ ഒരു കേസ് ഉണ്ട്, എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 കൊല്ലവും 4 മാസം ഇൻകംപ്ലീറ്റ് ആയ എന്ത് ഒരു ഇയർ ഉണ്ട്, 4 months ഉണ്ട്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, 8,000 ഇൻറ്റു 1 പ്ലസ് R എത്ര പറഞ്ഞത് 15 ആണ്, ബൈ 100 റേസ് ടു എന്താ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആയ എന്താണ് 2 കൊല്ലമാണ്. അപ്പോൾ എന്തായിരിക്കും 2 ആയിരിക്കും, ഇൻറ്റു 1 പ്ലസ് R ബൈ 6 അല്ല 15 നമ്മൾ വാല്യൂ തന്നിട്ടുണ്ട്, 15/100 ഇൻറ്റു എന്തും കൂടി ചെയ്യണം, 4 months അല്ല, നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, 4/12 കൂടി ചെയ്യണം. ഓക്കെ, ഈ കിട്ടുന്നതായിരിക്കും എന്ത് എമൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. ഒന്നുകൂടി പറയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, ടോട്ടൽ 2 കൊല്ലം 4 മാസത്തിന് ശേഷമുള്ള എമൗണ്ട്. ആ എമൗണ്ടോട് ₹80,000 സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും,
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നമ്മൾ ഇങ്ങനെ 2 രീതിക്ക് ചെയ്യാൻ കാരണം 2 കൊല്ലവും പിന്നെ ഇൻകംപ്ലീറ്റ് ആയ ഒരു 4 മാസമുണ്ട്. ഒരു കൊല്ലത്തിലേക്ക് എടുത്തിട്ടില്ല, 4 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയ 2 കൊല്ലത്തിൻ്റെ ഇങ്ങനെ ചെയ്തു. ഇൻകംപ്ലീറ്റ് ആയതിൻ്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1+r/100 ഇൻറ്റു എന്താണ് ഇൻകംപ്ലീറ്റ് ആയ മന്ത് ഡിവൈഡ് ബൈ 12 വെക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനെന്താ പറഞ്ഞിട്ടുള്ളത്, 10,000 റുപ്പീസ് ഉണ്ട്, 2 ഇയർ ആണ്, 2 ഇയേഴ്സ് കൊണ്ട് 4% പെർ ആനുവൽ ആണ്. കോമ്പൗണ്ടിന് എന്താണ് ഹാഫ് ഇയർലി ആണ്, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1+r അല്ല r/2 വരും, കാരണം ഹാഫ് ഇയർലി ആണ്, ബൈ 100 റേസ് ടു n ആയിരിക്കില്ല 2n ആണ്, കാരണം ഓരോ 6 മാസം കൂടുമ്പോൾ എന്താവും, കോമ്പൗണ്ട് ചെയ്യും. അപ്പോൾ വർഷത്തിൽ 2 വർഷം കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരിക, 10,000 ഇൻറ്റു 1+r/2 പറയുമ്പോൾ എത്ര ഉണ്ടാവും, 4/2 എത്ര ഉണ്ടാവും, 2 ഉണ്ടാവും. 2 ഡിവൈഡ് ബൈ 100 റേസ് ടു n എത്രയാണ്, 2 ആണ്. അപ്പം 2 × 2 എന്തുണ്ടാവും, 4 ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് ചെയ്ത് എന്ത് കിട്ടും, എമൗണ്ട് കിട്ടും. അപ്പം നമ്മളോട് എന്താ ചോദിച്ചത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എന്താണ്, എമൗണ്ട് മൈനസ് എന്തായിരിക്കും, ഇനീഷ്യലി തന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും, 10,000 രൂപയായിരിക്കും. ഇത് ചെയ്ത് എന്ത് കിട്ടും, നമ്മൾ ആൻസർ കിട്ടും. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ കാരണം എന്താണ്, കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആണ്, ഓരോ 6 മാസം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കാണാണ്ട് പഠിക്കാം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാണാണ്ട് പഠിക്കുന്നതായിരിക്കും. വെറുതെ കാണാണ്ട് പഠിക്കരുത്, എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കാണാണ്ട് പഠിക്കുക. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം കാണാണ്ട് പഠിക്കുക, എന്നിട്ട് ആ ഇക്വേഷൻ്റെ അകത്ത്, അതായത് ആനുവലി കോമ്പൗണ്ട് എന്ന ഇക്വേഷൻ മാത്രം കാണാണ്ട് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ബാക്കി ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നാൽ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ RS 60,000 at 20% per annum for 9 months. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, എമൗണ്ട് ഈക്വൽ ടു എന്താണ്, പി ഇൻറ്റു 1+r/4 ഇൻറ്റു എന്താണ് 4 ഇതായിരിക്കുമല്ലോ, അപ്പോൾ 4n ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പൽ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്, എത്രയാണ്, 60,000 ആണ്. അതുപോലെ തന്നെ 100 കൂടി ഉണ്ടാവും. 20/4 ഏതാണ് ഉണ്ടാവും, 5 ഉണ്ടാവും. 5/100 ഇൻറ്റു ഇവിടെ നമുക്ക് എന്താ തന്നത്, 9 മന്ത്. 9 മന്ത് പറഞ്ഞാൽ എത്ര ക്വാർട്ടറാണ്, 3 ക്വാർട്ടർ വരും. അതായത് 3 മാസമാണ് ഒരു ക്വാർട്ടർ വരുന്നത്, 6 മാസം ആകുമ്പോൾ 2 ക്വാർട്ടർ ആവും. അതുപോലെ തന്നെ 9 മാസം ആകുമ്പോൾ എത്ര ക്വാർട്ടർ ആവും, ടോട്ടലി എത്ര ആവും, 3 ക്വാർട്ടർ. അപ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്, 4n പകരം 3 യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ 4n വെച്ച് തന്നെ കാണണമെങ്കിൽ n ഈക്വൽ എന്തായിരിക്കും, 9/12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് സബ്ട്രാക്ട് എന്ത് കിട്ടും, 4 × 9/12 ചെയ്താൽ മതി. എന്ത് വരും, 3 വരും. എന്ത് വരും, 3 വരും. അങ്ങനെ കാണാമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തേ ഡയറക്റ്റ് ചെയ്താൽ, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടും, എമൗണ്ട് കിട്ടും. കാരണം എന്താ ചോദിച്ചത്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് എന്താണ്, 60,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിൽ 1,600 എമൗണ്ട് ടു ഒരു എമൗണ്ട് പറഞ്ഞിട്ട് 1852 ഇൻ 3 ഇയേഴ്സ്. ഓക്കെ, സിമ്പിൾ എന്ന് പറഞ്ഞത്, ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താണ്, ഇനീഷ്യലി 1,600 ആയിരുന്ന എമൗണ്ട് 1,852.2 രൂപയായി 3 കൊല്ലം കൊണ്ട്. അങ്ങനെ ആണെന്ന് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പം നമുക്ക് ഇനീഷ്യലി എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ്, എമൗണ്ട് ഈക്വൽ എന്താണ്, പി ഇൻറ്റു 1+r/100 റേസ് ടു n ആണ്. ഇവിടെ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1,852.2 പറഞ്ഞിട്ട് ഈക്വൽ ടു പി എത്രയാണ്, 1,600 ആണ്, ഇൻറ്റു 1+ ആറാണ് ഇത് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 6 ആക്കി തന്നെ എഴുതാം. 6 ഈക്വൽ ടു
100 റേസ് ടു n എത്രയാണ് 3 ആണ്. ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും നമ്മൾ ആൻസർ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ അത് കൊടുത്തു എന്നിട്ട് അത് സോൾവ് ചെയ്തത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡിവൈഡ് ആർസ് 1301 between A and B so that the amount of A after 7 is equal to the amount of B after 9 is the interesting calculate. അതായത് എൻ്റെ ബീൻ്റെ അടുക്ക് 1301 രൂപ ഡിവൈഡ് ചെയ്യണം. അതെന്താ കണ്ടീഷൻ എന്ന് പറയുന്നത് 7 കൊല്ലത്തിന് ശേഷം എയുടെ എമൗണ്ട് എന്തോട് ഈക്വൽ ആണോ 9 കൊല്ലത്തിന് ശേഷമുള്ള ബിയുടെ എമൗണ്ടിന് ഈക്വൽ ആണോ. കോമ്പൗണ്ട് ചെയ്യുന്നത് 4% പെർ ആനത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, എക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് പറയാം, എക്സ് എന്ന് പറയാം. അപ്പോൾ ബിയുടെ എത്ര ആയിരിക്കും, ടോട്ടൽ ഇതാണല്ലോ, അപ്പോൾ 1301 മൈനസ് എക്സ് ആയിരിക്കും എന്ത് ബിക്ക് കിട്ടുക. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ടാൾക്കും ഒരു ഇക്വാലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് എഴുതി നോക്കാം, എ കൊല്ലത്തിന് ശേഷമുള്ളതല്ലേ. അപ്പം എക്സ് ഇൻറ്റു എന്താണ് 1 പ്ലസ് റേറ്റ് എന്താ 4 ആണ്. 4/100 എത്ര കൊല്ലം പറഞ്ഞിട്ടുള്ളത്, 7 കൊല്ലമാണ് പറഞ്ഞിട്ടുള്ളത്. റേസ് ടു 8 ഈക്വൽ ടു എന്താണ് ബിയുടെ എന്താണ് മൈനസ് എക്സ് ഇൻറ്റു എന്ത് വരും 1 പ്ലസ് 4/100 തന്നെ ആയിരിക്കും. റേസ് ടു എന്തായിരിക്കും 9 കൊല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9 എഴുതി. ഓക്കെ, ഇപ്പോൾ ഇത് കട്ടായി പോവും, ഇത് കട്ടായിട്ട് ഇവിടെ എന്ത് വരും 2 വരും. അപ്പോൾ എക്സ് ഈക്വൽ എന്ത് വരും 13 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 4/100 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്ക് എത്ര കൊടുക്കണമെന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് 1301 ആ എക്സ് കുറച്ച് എന്ത് കിട്ടും, ബിക്ക് എന്ത് കൊടുക്കണമെന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിനകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.